പേടിച്ച് വിറച്ചുകൊണ്ട് ഒരു സ്ത്രീ ഓടിവന്നു. അവൾ വീടിന്റെ പ്രധാന ഗേറ്റ് തുറന്നിട്ടിരുന്നു. അതുവഴി കോമ്പൗണ്ടിൽ കയറിയ മുഖംമൂടി ധരിച്ച ചിലർ വീടിന്റെ അകത്തേക്ക് കടക്കാൻ പോവുകയായിരുന്നു. അവസാന നിമിഷം അവൾ വാതിലടച്ചിട്ട് പെട്ടെന്ന് അവളുടെ വീടിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ഓണാക്കി. എന്നിട്ടും ഭയം കാരണം അവൾ ഫോൺ എടുത്ത് പോലീസിനെ വിളിച്ചു. പക്ഷേ അവളുടെ വീട് നഗരത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അതിനു പുറമെ കനത്ത മഴയും ഉണ്ടായിരുന്നു. അതിനാൽ അവിടെ എത്താൻ കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും എടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. അപ്പോൾ അവൾ ഉടൻ തന്നെ അവളുടെ സെക്യൂരിറ്റി കമ്പനീസിലേക്ക് വിളിച്ചു. പക്ഷേ അനുഭവമില്ലാത്തൊരു പെൺകുട്ടിയാണ് ഫോൺ എടുത്തത്. മുഴുവൻ കേട്ട ഉടനെ അവൾ ഭയന്നു. അവൾ പെട്ടെന്ന് തന്റെ സൂപ്പർവൈസറായ മൈക്കിനെ വിളിച്ചു. അയാൾ വളരെ കാമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അയാൾ ആ സ്ത്രീയോട് വിശദീകരിച്ചു. അയാൾ അവളുടെ വീട്ടിലെ സുരക്ഷാ ക്യാമറ ഫീഡ് ഓൺ ചെയ്തു. അവിടെ 3 പേരുണ്ടെന്ന് അയാൾ കണ്ടു. 2 പുരുഷന്മാരും ഒരു സ്ത്രീയും. ആ സ്ത്രീയോട് മകനോടൊപ്പം വിളിക്കാൻ അയാൾ പറഞ്ഞു. പക്ഷേ മുൻവാതിലിനടുത്തെത്തി പോകരുത്, കാരണം ആ ആളുകൾ വാതിൽ തകർക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. പെട്ടെന്നൊരു സ്ഫോടനമുണ്ടായി. വാതിൽ തകർന്നു. 3 കള്ളന്മാരും അകത്തേക്ക് കയറി. അമ്മയും മകനും പതുക്കെ നടന്നുപോയി ഒളിച്ചു. ആരും കാണാതിരിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ കള്ളന്മാർ കൃത്യമായ പ്ലാനോട് കൂടിയാണ് വന്നത്. അവർ ക്യാമറകളിൽ കറുത്ത പെയിന്റ് തളിച്ചു. അവർ മുഖംമൂടികൾ അഴിച്ചുമാറ്റി. പിന്നെ അവർ ഡിറ്റക്ഷൻ ഗിയർ പുറത്തെടുത്തു. ഒരു എമർജൻസി ബാക്കപ്പ് ക്യാമറയുണ്ടെന്ന് മൈക്ക് ഓർത്തെടുത്തു. അതിൽ നിന്ന് വിഷ്വൽസ് എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ 3 കള്ളന്മാരും വേർപിരിഞ്ഞു. സ്ത്രീ അമ്മയെയും കുഞ്ഞിനെയും തിരയുകയാണ്. മറ്റു 2 പേരും വീട്ടിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരയുകയാണ്. അമ്മയും മകനും എങ്ങനെയോ സ്റ്റോർ റൂമിലെത്തി. അവരൊരു അലമാരയിൽ ഒളിച്ചു. പക്ഷേ കള്ളന്മാർ സ്റ്റോർ റൂം കണ്ടെത്തി. കള്ളന്മാരിൽ ഒരാൾ ഡിറ്റക്ടർ ഉപയോഗിച്ച സ്ഥലം മുഴുവൻ പരിശോധിച്ചു. സിഗ്നൽ ലഭിച്ചപ്പോൾ അയാൾ കോടാലി ഉപയോഗിച്ച് അവിടെ വെട്ടിമുറിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ദ്വാരം രൂപപ്പെട്ടു. പക്ഷേ അവിടെ കുറച്ച് സ്റ്റീൽ കമ്പികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ദേഷ്യത്തോടെ പോയി. അമ്മയും മകനും തൽക്കാലം രക്ഷപ്പെട്ടു. അപ്പോഴേക്കും കള്ളൻ മറഞ്ഞിരിക്കുന്ന വാതിൽ കണ്ടെത്തി. അതിന് പിന്നിൽ ഒരു സേഫ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് അമ്മയും മകനും വീണ്ടും മൈക്കുമായി ബന്ധപ്പെട്ടത്. അയാൾ പറഞ്ഞു, വേഗം ഗാരേജിൽ പോയി കാറിൽ കയറുക. മൈക്ക് പറഞ്ഞ വഴിയെ പോയി ഇരുവരും വേഗത്തിൽ ഗാരേജിലെത്തി. അപ്പോഴാണ് അവരുടെ കൂട്ടത്തിലെ സ്ത്രീ ഗാരേജിലേക്ക് എത്തിയത്.